Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു പരീക്ഷണം നോക്കാം. സ്ക്രീനിലെ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു ധവളപ്രകാശ രശ്മി ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നുപോകുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നു. ഒരു നിമിഷം ഈ ആനിമേഷൻ ഒന്ന് നിരീക്ഷിക്കൂ. പ്രിസത്തിലേക്ക് കടക്കുന്ന ഒരു വെളുത്ത പ്രകാശം മറുവശത്ത് വ്യത്യസ്ത നിറങ്ങളായി മാറുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ഇനി ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇവിടെ നടക്കുന്ന പ്രകാശ പ്രതിഭാസത്തിന്റെ പേരെഴുതണം. രണ്ടാമതായി ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കണം. ധവളപ്രകാശം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്? നമുക്ക് ഉത്തരം നോക്കാം. ധവളപ്രകാശം ഇങ്ങനെ നിറങ്ങളായി വേർതിരിയുന്നതിന് ഒരു ശാസ്ത്രീയ നാമമുണ്ട്. ഇതിനെ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നു. പ്രകീർണനം എന്നാൽ വേർതിരിയൽ എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് ഈ പ്രകീർണനം സംഭവിക്കുന്നത്? ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ധവളപ്രകാശം പ്രിസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വേർതിരിയുന്നു. കാരണം ധവളപ്രകാശം എന്നത് പല നിറങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഗ്ലാസിലേക്ക് കടക്കുമ്പോൾ ഈ ഘടകവർണ്ണങ്ങളെല്ലാം ഒരേ അളവിലല്ല വ്യതിയാനം പ്രാപിക്കുന്നത് അഥവാ വളയുന്നത്. ഓരോ നിറവും ഓരോ വഴിയിലൂടെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അവ വ്യത്യസ്തമായി വളയുന്നത്? അതാണ് ഇതിന്റെ പ്രധാന കാരണം. ഗ്ലാസ് പോലെയുള്ള സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിന്റെ വ്യത്യസ്ത വർണ്ണങ്ങൾ വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ശൂന്യതയിൽ അവയെല്ലാം ഒരേ വേഗതയിലാണെങ്കിലും ഗ്ലാസിനുള്ളിൽ ഓരോ നിറത്തിനും വ്യത്യസ്ത വേഗതയായിരിക്കും. അപ്പോൾ എന്താണ് ഈ വേഗത നിശ്ചയിക്കുന്നത്? ഓരോ നിറവും എത്രത്തോളം വ്യതിയാനം പ്രാപിക്കും എന്നത് ആ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെ അഥവാ വേവ്ലെങ്തിനെ ആശ്രയിച്ചിരിക്കുന്നു. തരംഗദൈർഘ്യമാണ് ഇവിടുത്തെ പ്രധാന ഘടകം. ആദ്യം വയലറ്റ് പ്രകാശം നോക്കാം. കാണാൻ കഴിയുന്ന നിറങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം ഉള്ളത് വയലറ്റ് പ്രകാശത്തിനാണ്. തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് ഗ്ലാസിൽ ഇത് ഏറ്റവും കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. വേഗത കുറവായതുകൊണ്ട് വയലറ്റ് ഏറ്റവും കൂടുതൽ വ്യതിയാനം പ്രാപിക്കുകയും പ്രിസത്തിന്റെ പാദത്തിന് അടുത്തേക്ക് വളയുകയും ചെയ്യുന്നു. ഇനി ചുവപ്പ് പ്രകാശം നോക്കാം. ചുവപ്പ് പ്രകാശത്തിനാണ് ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമുള്ളത്. അതുകൊണ്ട് മറ്റു നിറങ്ങളെ അപേക്ഷിച്ച് ഗ്ലാസിലൂടെ ചുവപ്പ് പ്രകാശം വേഗത്തിൽ സഞ്ചരിക്കുന്നു. വേഗത കൂടുതലായതുകൊണ്ട് അത് ഏറ്റവും കുറവ് മാത്രമേ വ്യതിയാനം പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്പെക്ട്രത്തിന്റെ മുകൾ ഭാഗത്ത് ചുവപ്പ് നിറം കാണുന്നത്. അവസാനമായി ഈ വ്യതിയാനം ഒരു തവണ മാത്രമല്ല സംഭവിക്കുന്നത്. പ്രകാശം പ്രിസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ രണ്ടാമത്തെ പ്രതലത്തിലൂടെ പുറത്തേക്ക് വരുമ്പോഴും ഈ വ്യതിയാനം ആവർത്തിക്കുന്നു. ഈ ഇരട്ട വ്യതിയാനം കാരണം നിറങ്ങൾ കൂടുതൽ വേർതിരിയുകയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതുപോലെ വ്യക്തമായ ഒരു സ്പെക്ട്രം ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രകീർണനത്തിന് പിന്നിലെ പൂർണ്ണമായ ശാസ്ത്രീയ കാരണം. ഈ വിശദീകരണം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായി പരിശീലിക്കുക. നന്ദി. ഹാപ്പി ലേണിംഗ്.